എന്ത് മടയത്തരാടാ ഈ പറയുന്നേ? മനസ്സമ്മതത്തിന് തലേ ദിവസം വന്ന് അത് വേണ്ടെന്ന് പറഞ്ഞാൽ എവിടുത്തെ മര്യാദയാ? ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതല്ലേ നാൻസിയും കുട്ടികളും തമ്മിൽ ചേരില്ലെന്ന്. ഇനിയിപ്പോ അച്ഛൻ തന്നെ അവർ അച്ഛനോട് ഈ കാര്യം പറയണം. ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അയാൾ എന്നെ ജീവനോടെ വിടില്ല. ഇരുതല മൂർച്ചയുള്ള വാളായാല്. നീ പറയാൻ പോയിട്ട് എന്തായി? അതിനവരെ എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയാൻ സമ്മതിക്കണ്ടേ? ഇപ്പൊ അച്ഛൻ എന്നെ സഹായിച്ചേ പറ്റൂ. എടാ, നിന്നെ സഹായിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത്. നാൻസിയും കുട്ടികളും തമ്മിൽ ചേരുന്നില്ലെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അവരാച്ചൻ കൊടുക്കാനുള്ള പൈസ നീ എവിടെ നിർത്തി കൊടുക്കും? നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. പ്രാർത്ഥിക്കുക. ഈ വിവാഹം നടക്കണം. ചെല്ല്, നാളത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി. നാളെ ഇതിട്ട് വേണം പള്ളിയിൽ വരാൻ. ഞങ്ങൾക്ക് വേണ്ടേ ഇത്? ഞങ്ങൾ വരുന്നില്ല മനസ്സമ്മതത്തിന്. എന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി എനിക്കിപ്പോൾ അത് ചെയ്തേ വെക്കൂ. ആനി അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് വേണ്ടി നാളെ പള്ളിയിൽ അവരില്ലാണ്ടിരിക്കരുത്. ഹലോ, അതെ ബെന്നിയാണ്. ചാച്ചനോട് ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കറിയാത്ത ഒത്തിരി വിഷമങ്ങളുണ്ട് ചാച്ചന്. നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോ ചാച്ചൻ ഇങ്ങനെ വേദനിപ്പിക്കാവോ? ചെല്ലെ, പോയി സോറി പറ ചാച്ചനോട്. സോറി പറയില്ലേ? ഡാനിക്കുള്ള കോളാ. ഹലോ ആനി, നീ എന്നോട് പിണങ്ങരുത്. നിന്റെ കത്ത് വായിച്ചപ്പോ നിന്റെ മനസ്സിന്റെ വേദന അറിഞ്ഞിട്ടാ ഞാൻ ബെന്നിയെ വിളിച്ചെല്ലാം പറഞ്ഞത്. ഞാനോട് അങ്ങോട്ട് വരിക. ആനി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആനി, ആനി. വേണ്ട, എന്നോടൊന്നും പറയണ്ട. ആനി തന്നെ എന്നോട് ഇത് ചെയ്യണമായിരുന്നു. നീ എന്തിനെന്നെ തേടി വന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ മടങ്ങില്ലായിരുന്നു. ഇപ്പൊ എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോ മനസ്സമ്മതത്തിന്റെ തലേന്ന് ഞാൻ ആരാണെന്ന് പറയാതെ മറച്ചു വെച്ചു. പക്ഷെ അത് ബെന്നിക്ക് വേണ്ടിയായിരുന്നു. ബെന്നിയുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാൻ മറ്റൊരു ബുദ്ധിമുട്ടാകരുതെന്ന് കരുതി. അതുകൊണ്ട് നീ എന്ത് നേടി? എന്റെ വിഷമങ്ങൾ കുറഞ്ഞു എന്നാ? നിന്റെ വാശിയും തീരുമാനങ്ങളും വിലപ്പെട്ടതാക്കിയിട്ട് നീ ആരെന്ന് പറയാതിരുന്നപ്പോ എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതമാ. അങ്ങനെ പറയരുത്. വർഷങ്ങളായിട്ട് മനസ്സിൽ താലോലിച്ചത് നഷ്ടാവൂന്ന് കണ്ട് വേദന ഇല്ലാഞ്ഞിട്ടല്ല. ഈ വീട് ബെന്നിക്ക് നഷ്ടാവാൻ പാടില്ല, കുട്ടികൾക്ക് നഷ്ടാവാൻ പാടില്ല. ഇപ്പൊ ഈ വിവാഹം നടക്കാതിരുന്ന് എന്ത് സംഭവിക്കുന്നു ബെന്നിക്ക് എന്ന പോലെ എനിക്കും അറിയാം. അപ്പൊ ഞാൻ കരുതി ബെന്നിക്ക് വന്നു ചേർന്ന നന്മകൾക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവരുതെന്ന്. ബെന്നി ഇപ്പൊ ഇത് അറിയരുതായിരുന്നു. ബെന്നിക്ക് നല്ലത് വരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മനസ്സമ്മതം നടക്കണം. നാളെ ഞാൻ പോവും.
ഒരു നല്ല സുഹൃത്തിന്റെ മനസ്സമ്മതം കൂടിയിട്ട് പോകുമ്പോ ബെന്നിക്കും കുട്ടികൾക്കും ഒപ്പം കഴിഞ്ഞ് കുറെ ദിവസങ്ങളുടെ നല്ല ഓർമ്മകൾ ഉണ്ടാവും കൂട്ടിന്. ഇല്ലിപ്പറമ്പ് ലവറാച്ചന്റെയും നടുവിലക്കണ്ടത്തിലെ ത്രസ്യാമ്മയുടെയും മകളായ നാൻസി ഈ നിൽക്കുന്ന ബെന്നിയെ തിരുസഭയുടെ കൽപ്പന പ്രകാരം വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. മടത്തിപ്പറമ്പിൽ പരേതനായ തോമസ് കുട്ടിയുടെയും പരേതയായ മേരിക്കുട്ടിയുടെയും മകനായ ബെന്നി ഈ നിൽക്കുന്ന നാൻസിയെ തിരുസഭയുടെ കൽപ്പന പ്രകാരം വിവാഹം ചെയ്യാൻ സമ്മതമാണോ? എന്താ മക്കളെ ഇത്? അച്ഛാ ചടങ്ങ് നടക്കട്ടെ. ഈ നിൽക്കുന്ന നാൻസിയെ തിരുസഭയുടെ കൽപ്പന പ്രകാരം അച്ഛാ എന്താ ഇതൊക്കെ? മനസ്സൊന്നും പറയേണ്ടത് ഇവനാണ്, അല്ലാതെ പിള്ളേരല്ല. ഇവിടെ മാറി വെക്കും, ഇവിടെ മാറി ചോദിക്കച്ചു. ഈ നിൽക്കുന്ന നാൻസിയെ സമ്മതമല്ല. കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഇത് നടക്കില്ല ഫാദർ. പറയടാ, നിനക്ക് സമ്മതമല്ലേ? സമ്മതമല്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നത് അത് പറയാനാ. പക്ഷെ അത് നിങ്ങൾ അച്ഛൻ തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന്. അച്ഛൻ എന്ത് പറയാനാ? ബെന്നി പറഞ്ഞല്ലോ അവന് സമ്മതമല്ലെന്ന്. എവിടുത്തെ മര്യാദയാണോ? സമ്മതമല്ലെങ്കിൽ നേരത്തെ പറയണം. പള്ളി വരെ എത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് കല്യാണമൊന്നും അല്ലല്ലോ, മനസ്സമ്മതല്ലേ. മനസ്സുണ്ടോ ഇല്ലയോ എന്ന് പറയാനല്ലേ ഈ ചടങ്ങ്. അവന് സമ്മതമല്ലെന്ന് ഇപ്പൊ പറഞ്ഞു, അതിലെന്താ തെറ്റ്? എന്റെ മകളുടെ ജീവിതം വെച്ചിട്ട് അവൻ കളിക്കുന്നേ, അതിനെന്ത് ന്യായം നിങ്ങൾക്ക് പറയാം? തന്റെ മകൾക്ക് മാത്രമല്ല ഈ ചെക്കനും പിള്ളേർക്ക് ഉണ്ട് ജീവിതം. ഒരു മറ്റൊരുത്ത ന്യായം നിങ്ങൾ ശാന്തരാണോ? ബഹളം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് ബഹളം ഉണ്ടാക്കരുതെന്ന്. ഇത് തിരുസന്നിധിയാണ്. പറഞ്ഞു കേട്ടോ, പുറത്തു പോകണം എല്ലാരും. പറഞ്ഞ കേട്ടില്ലേ, പുറത്തു പോകാൻ. എടാ, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നീ മാത്രമല്ല, നിന്റെ ഈ പീള പിള്ളേരും. അവറാച്ചന്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ. വിടില്ല ഞാൻ. എന്റെ ചവിട്ടടിയിലെ മണ്ണ് നക്കാൻ നീ വരും, വരുത്തും ഞാൻ. എന്താണ് പിന്നെ ഇതൊക്കെ? കുട്ടികൾക്ക് തിരിച്ചറിവില്ലെന്ന് വെക്കാം. പക്ഷെ നീ എന്തുദ്ദേശിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഫാദർ, ചാച്ചനെ വഴക്ക് പറയണ്ട ഫാദർ. ചാച്ചൻ പാവ. ഞങ്ങക്ക് നാൻസിന്റെ വേണ്ട, ആനി ചേച്ചി മതി. ചേച്ചി ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ട. ചാച്ചനും ആനി ചേച്ചി ഇഷ്ട. നടക്കാനുള്ളത് നടന്നു. ഇനി ആനിവിടെ നിൽക്കാൻ പാടില്ല. അത് ശരിയല്ല. ഇത്ര അറിഞ്ഞിട്ട് ഈ പെണ്ണിനെ ചെക്കനോട് നിർത്തിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. ആൾക്കാരെന്ത് പറയും? ആൾക്കാരെന്ത് പറയുന്നു എന്നല്ല, ആനിയുടെ പപ്പയെ കണ്ട് വിവരം അറിയിക്കണം. അതാണ് ആവശ്യം. വേണേ ഞാൻ പോയി പറയാം. പക്ഷെ പെണ്ണിനെ ഇവിടെ നിർത്തുന്നത് എങ്ങനെയാ? ഇതുവരെ ഇവിടെയല്ല നിന്നത്, അതുപോലെ ഇനിയും നിൽക്കും. ഞാനൊന്ന് പറയട്ടെ. ഞാൻ ആനയുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം, കാര്യങ്ങളെല്ലാം പറയാം. എന്നിട്ട് ആനയുടെ പപ്പയോട് ആദ്യം ഫാദറിനെ വന്ന് കാണാൻ പറയാം. എങ്കിൽ ഇപ്പൊ വിളിക്കേ, വന്നയുടെ കൊച്ചിനെ കൊണ്ടുപോട്ടെ. ഇല്ല, ഞാൻ പോവില്ല വീട്ടിലേക്ക്. അമ്മാമ്മച്ചി പറയുന്നത് പപ്പ കേൾക്കും. ഞാൻ ഈ ചെയ്തതൊന്നും അമ്മാമ്മച്ചിക്ക് ഇഷ്ടാവില്ല, എനിക്കറിയാം. അത് ശരിയല്ല കുട്ടി. നീ ഇത്രയും നാളിവിടെ നിന്ന പോലല്ല ഇനി നിൽക്കുന്നത്. പെണ്ണിയും കുട്ടികളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ചേടാ പാടാ, ഇത് വലിയ കഷ്ടമായല്ലോ. പെണ്ണി പറയോ എന്നോട് പോവാൻ? കുട്ടികളെ പറയോ? അവര് പറയില്ല. ഞാൻ എങ്ങോട്ടും പോവില്ല. ആ, എങ്ങനെ നിങ്ങളുടെ പാട് പോലാട്ടെ. ആൾക്കാരെ കൊണ്ടോടൊന്ന് പറയിപ്പിച്ചിട്ട് എന്റെ അടുത്ത് വന്നോണ്ടല്ലോ. ആ,
ജോഷ അല്ലേ? അതെ ഫാദർ. സിസ്റ്റർ മേരി വിവരങ്ങളൊക്കെ പറഞ്ഞോ? ആ, കുറച്ചൊക്കെ. കുറച്ചൊന്നും അല്ല ഇവിടെ നടന്നത്. വാശിക്കാരി തന്റെ മോള്. എന്ത് കാരണം കൊണ്ടായാലും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ അവൾ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ലാതെ പോയി. അവരുടെ ഒളിച്ചുകളി ഞാൻ മനസ്സിലാക്കിയോണ്ടാണ് ജോഷായെ വരുത്തിയത്. ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. ഒരു പ്രത്യേക സ്വഭാവക്കാരിത്തി അവള്. അമ്മയില്ലാതെ ഒറ്റയ്ക്ക് വളർന്നുകൊണ്ടായിരിക്കാം. എവിടെയാ അവള്? എനിക്കൊന്ന് കാണണം. എവിടെടി ബെന്നി? ഇവിടെ ഇല്ല. നിങ്ങളാരാ? മാറി നിൽക്കണേ. മതിയായില്ലേടാ നിനക്ക്? ഇനി ഈ കിളിവീട് എന്റെയാ. ഇല്ല, ഈ വീട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല. ഓഹോ, എങ്കിൽ എന്നോട് വാങ്ങിച്ച പണം തിരിച്ചതാ. ഗെറ്റ് മീ ദ മണി പ്ലീസ്. ഇല്ലേ? എങ്കിതേ നിൽക്കുന്നു, കൊണ്ടുപോയി പണയം വെക്കടാ. നിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവര്. ഇതാണോ അച്ഛൻ പറഞ്ഞത് സുരക്ഷിതമായിരിക്കുന്നു? താൻ എന്ത് ക്രൂരതയാണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ പാവം കുഞ്ഞുങ്ങളോട്? അച്ഛാ, ഇത് പള്ളിക്കാരിയല്ല, പണത്തിന്റെ കാര്യ. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഈ ലോഹയിട്ട് പോയി, അല്ല നിന്റെ കാരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. അവറാച്ചൻ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് കാശല്ലേ വേണ്ടേ? വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി ഈ കുട്ടിയോട് എന്ന് തോന്നിയ ദിവസം കാണിക്കുന്ന. ഓ, ഗോഡ് ഫാദർ. എനിക്ക് പണം തരാനുള്ളത് ഇവനാ. എങ്കിൽ ഇവൻ തന്നെ തരുന്നതാണെന്ന് കുട്ടിക്കോ? എത്ര നിങ്ങൾക്ക് കിട്ടാനുള്ളത്? പറഞ്ഞു തോലക്കടോ എത്രാന്ന്? അച്ഛാ, ബ്ലാങ്ക് ചെക്ക, ആവശ്യമുള്ളത് എഴുതിയെടുക്കാം. പക്ഷെ ഇതോടുകൂടി തീർത്തിരിക്കണം എല്ലാം.
ഇനി ഈ കാര്യം പറഞ്ഞ് താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നേരത്തെ താൻ ചോദിച്ചില്ലേ ജോഷു ആരാണ് താൻ അറിയും. അങ്ങനെ അങ്ങ് നികളിക്കണ്ട. ഇനി ഈ വീടിന്റെ ആധാരമായിട്ട് ഇവൻ ആദ്യം പള്ളിമേട വരട്ടെ, അപ്പൊ ഞാൻ കൊടുത്തോളാം ചെക്ക്. അവറാച്ചോ, അങ്ങനെ അങ്ങ് പോയാലോ? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഈ സാധനങ്ങൾ തിരിച്ചകത്ത് വെപ്പിച്ചിട്ട് പോയാൽ മതി. അച്ചോ, ഇത് ഇവിടം കൊണ്ടൊന്ന് തീരുമെന്ന് വിചാരിക്കണ്ട. ഈ വീട്ടിൽ സുഖിച്ച് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. ആ കണ്ടോ, ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ കാണും. നിനക്ക് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ? എങ്കിൽ പിന്നെ അമ്മേച്ചു കൊണ്ട് വേറൊരു ചെറുക്കനെ അന്വേഷിപ്പിക്കില്ലായിരുന്നു. നീ എത്ര പേരെ തീ തീറ്റിച്ചത്? ബെന്നി, നിന്നെ എനിക്കറിയാൻ കൊച്ചിലെ തൊട്ട്. എന്റെ മകനെ പോലെ തന്നെയാ നീ എനിക്ക്. ഇനിയിപ്പോ നിങ്ങളെ സന്തോഷം, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ജോഷുവായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കണം. ഇവളെ പോലെ എല്ലാം മനസ്സിൽ വെച്ച് ആരോടൊന്നും പറയാതെ വിചാരിച്ചത് ചെയ്യുന്ന പ്രകടനമല്ല എന്റേത്. ആദ്യം അമ്മച്ചോട് വിവരം പറയണം. ഒരു കാര്യം ജോഷുവ എനിക്ക് ചെയ്തു തരണം. എന്താ? കെട്ടിവിടെ എന്റെ പള്ളി വെച്ചായിരിക്കണം. അത് എന്റെ ഒരു നിർബന്ധമാണെന്ന് കൂട്ടിക്കൂ. എന്റെ പ്രശ്നം അതല്ല ഫാദർ. 11th പോകാൻ ഞാൻ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നതാ. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. പോകുന്നതിന് 2 ദിവസം മുമ്പെങ്കിലും നടത്തേണ്ട കല്യാണം. അതൊക്കെ എനിക്ക് വിട്ടുതരിക. നല്ല രീതിയിൽ, എന്നാൽ ചെറിയ രീതി മതി കെട്ട്. എന്നാലും എന്റെ ബെന്നിച്ച, എന്റെ കൊച്ചിനെ നീ തല്ലുപൊളിച്ച് കളഞ്ഞല്ലോ. ഇല്ലാത്ത പണിയൊക്കെ ചെയ്ത് കൂട്ടിയച്ച് രണ്ടും കൂടെ ബ്ലിങ്കസിയാന്ന് പറഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ? ഇന്ന് വാ, നീ വട.